ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പുറത്തെ, അതായത് ബാത്റൂമിൻ്റെയൊക്കെ പുറത്ത് വരുന്ന പ്ലംബിങ്ങിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്, അതിൻ്റെ പ്ലംബിങ്ങിൻ്റെയും അതുപോലെ തന്നെ വാട്ടർ ലൈനിൻ്റെയും വേസ്റ്റ് ലൈനിൻ്റെയും കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഇത് നോക്കുക, നിങ്ങൾ പുറത്തേക്ക് ഇറക്കുന്ന ഒരു ബാത്റൂമിൻ്റെ, അതായത് ട്രാപ്പിൽ നിന്ന് വന്നിരിക്കുന്ന 2 ഇഞ്ച് വന്നിരിക്കുന്നു, പിന്നെ 4 ഇഞ്ച് സെപ്റ്റിക്കിൻ്റെ 4 ഇഞ്ചും വന്നിരിക്കുന്നു. അതായത് 2 ഇഞ്ചിന് വന്നിരിക്കുന്ന പുറത്തേക്ക് വന്നിരിക്കുന്ന ട്രാപ്പിൽ നിന്ന് വന്നിരിക്കുന്ന നേരെ നമ്മളൊരു എയർ കൊടുത്തിട്ടുണ്ട്. എയർ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഓൾറെഡി ശരിക്കും എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഓൾറെഡി കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് മൊത്തം സ്മെല്ലാവും, ഒരു ബാഡ് സ്മെല്ലായിരിക്കും. ഇതിപ്പോൾ ഓൾറെഡി കുഴിയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സ്മെല്ല് ഇവിടെ പുറത്ത് റിലീസായി ഒരിക്കലും ബാത്റൂമിൻ്റെ അകത്തേക്ക് വരില്ല. പിന്നെ അത് മാത്രമല്ല, അകത്തുനിന്ന് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒരു എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് മുകളിൽ നിന്ന് ആ എയർ ടൈറ്റ് ഇല്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് കുഴിയിലേക്ക് ഒഴുകി പോകാനും നടക്കും. അതുകൊണ്ട് നമ്മളൊരു എയർ മസ്റ്റായിട്ട് നമ്മളവിടെ കൊടുത്തിരിക്കണം. പിന്നെ അതിനുശേഷം കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ 4 ഇഞ്ചിൻ്റെ കൊടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു ഡോർ എൽബോ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഡോറ് തുറന്നതിന് ശേഷം നമുക്ക് നോക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്താൻ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ഡോർ എൽബോ കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഡോർ എൽബോ അല്ലെങ്കിൽ ഡോർ ടീ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 വേസ്റ്റ് ലൈൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം പ്ലംബിങ്ങിൻ്റെ വാട്ടർ ലൈൻ അതിൻ്റെ തൊട്ടടിയിൽ പോകുന്നുണ്ട്. വാട്ടർ ലൈൻ 1.5 ഇഞ്ചിൽ നിന്ന് നേരെ കൺവേർട്ട് ചെയ്തെടുത്ത് റെഡ്യൂസ് ചെയ്ത് 1 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 ബാത്റൂമിലൂടെ കൺവേർട്ട് ചെയ്തതിന് ശേഷം മുകളിലൂടെ നമ്മൾ ബാത്റൂമിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 4 ഇഞ്ചിൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും. കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ്, ഈ അറ്റത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം വന്നിരിക്കുന്നത് ടീ ഒന്നും ശരിക്കും ഓൾറെഡി ഒരു കാരണവശാലും ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ ടീ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ 45 ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ മുകളിൽ നിന്നുള്ള ബാത്റൂമിലേക്ക് കണക്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നു. അത് നേരെ ഏറ്റവും മുകളിലേക്ക് പോയതിന് ശേഷം എയർ പൊക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫുൾ ഒരു എയർ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ സെപ്റ്റിക്കൊക്കെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും വരുന്ന, ഇവിടെ നമ്മളൊരു മെയിൻ ഹോൾ കൊടുക്കും. ഈ മെയിൻ ഹോളിൽ നിന്നുമുള്ള ഒരു എയർ കാര്യങ്ങളെല്ലാം മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് നേരെ ഏറ്റവും മുകളിൽ ഡ്രസ് വർക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഏറ്റവും ഉപയോഗിക്കുന്ന അടുത്ത ബാത്റൂമുള്ളതിൻ്റെയൊക്കെയുള്ള ഏറ്റവും മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എയർ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ എയർ സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് റിലീസായി പൊക്കോളും. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന വാട്ടർ ലൈനും കാര്യങ്ങളും മുകളിലേക്കുള്ള ബാത്റൂമിലേക്ക് കയറിയിരിക്കുന്ന വാട്ടർ ലൈനാണ്. നമ്മൾ താഴെ നിന്നും ഓപ്പറേറ്റ് ചെയ്യുക, എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മുകളിൽ കയറി ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇത്തിരി പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ നിന്ന് കൊടുത്തിരിക്കുന്നു. പിന്നെ കൊടുത്തതെന്ന് വെച്ചാൽ മുകളിലുള്ള ബാത്റൂമുകളെല്ലാം തന്നെ നമ്മൾ CPC ആണ് ബാത്റൂമിൻ്റെ അകത്തെല്ലാം ചെയ്യുന്നത്. കാരണം ചൂടുവെള്ളം എന്തെങ്കിലും മിക്സ് ചെയ്ത് കാര്യങ്ങളോ ഡൈവേർട്ടറൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് കയറി വന്നു കഴിഞ്ഞാൽ അകത്തെ പൈപ്പുകളൊന്നും കംപ്ലൈൻറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഫുൾ CPVC, അതായത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് അടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചവെള്ളത്തിൻ്റെ പൈപ്പ്, അതായത് നമ്മുടെ നോർമൽ വാട്ടർ ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടോ, ആ മുകളിൽ നിന്ന് വന്നിരിക്കുന്ന പൈപ്പ് നമ്മൾ വൈ ഇട്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് ലൈൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ടീ അതുപോലെയുള്ള സംഭവങ്ങളൊന്നും അധികം ലൈനിൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം ടീ എന്ന് പറയുമ്പോൾ ഒരു 90 ഡിഗ്രി ആയതുകൊണ്ട് ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പിന്നെ താഴേക്ക് വരുന്നത് നമ്മൾ ബെൻഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഫ്ലോ കറക്റ്റായിട്ട് പൊക്കോളും. ഇതിപ്പോൾ ഓൾറെഡി ഇത്തിരി താഴ്ന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് സ്ലോപ്പ് ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്. ആ സ്ലോപ്പ് വെക്കുന്ന സമയത്ത് ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് കല്ല് വെച്ചതിന് ശേഷം കല്ലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ പിന്നീട് വരുന്ന സമയത്ത് മണ്ണിലാണ് നമ്മൾ വെറുതെ ഒന്ന് വെച്ച് പോവുകയാണെങ്കിൽ എന്ത് സംഭവിച്ചാൽ മണ്ണ് ചെറുതായിട്ട് താഴേക്ക്, പുതിയ വീടാകുമ്പോൾ മണ്ണ് ചെറുതായിട്ട് താഴേക്ക് ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ 4 ഇഞ്ചാണെങ്കിലും 2 ഇഞ്ചാണെങ്കിലും കറക്റ്റ് സ്ലോപ്പ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ സെപ്റ്റിക്കിൻ്റെ ലൈനാണെങ്കിലും വേസ്റ്റ് ലൈനാണെങ്കിലും 2 ഇഞ്ചിൻ്റെ വേസ്റ്റ് ലൈനാണ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്ത് സ്ലോപ്പ് ചെയ്ത് പാക്കേജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. മണ്ണിട്ട് ഫില്ല് ചെയ്യുമ്പോൾ കൂടിയാണെങ്കിലും കറക്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.